10 ദിവസമായിട്ടുള്ളൂ. ലാസ്റ്റിനകത്ത് ഈ 1 രൂപ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതെന്തിനാ അവർ വെച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തുപോലെ ഇത് ഇവിടെ വെച്ച രീതി ഞങ്ങൾ കളയുന്നില്ല. തൊട്ട് തമ്പുരാൻ പൊരിപ്പിച്ചാൽ പൊരിച്ച് ഇതിനകത്തുള്ള പൈസ മൊത്തം പോയത്. അത് നമ്മൾ ഓരോരുത്തരിൽ നിന്ന് ലോൺ എടുത്തും ഓരോരുത്തര മാലയൊക്കെ വാങ്ങിച്ച് പണയപ്പെടുത്തി ഞങ്ങൾ കടക്കാനൊക്കെ എടുക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ടും ഒക്കെ ഞങ്ങളിങ്ങനെ ഇതുണ്ട് ഓരോരുത്തരുടെ പേര് എഴുതി ഇത് വണ്ടിക്ക് കൊടുക്കാനും കൊണ്ട് ഇത് അതുപോലെ ഇതുണ്ട് പണയത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ ഓരോരുത്തരിൽ നിന്ന് കടം വാങ്ങിച്ചതൊക്കെ വെച്ച് അപ്പോൾ അങ്ങനെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. ഇയാൾക്ക് വയ്യാതെ ഒരു ഡിസ്ക് കംപ്ലൈൻ്റ് ആയി 8-9 മാസത്തോളം ഈ കട അടച്ചിട്ടിരുന്നു. എന്നിട്ട് പോലും ഈ കട ആരും കുത്തി തുറക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഒരുമാതിരി നല്ല കച്ചവടം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. 10-14,000 രൂപയോളം നമുക്കിവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളും അതുപോലെ എല്ലാം പോയി. മുട്ടായി ആട്ടെ, നാരങ്ങ, തെക്കൊക്കെ ഉണ്ടായിരുന്നു, വെറ്റ ഉണ്ടായിരുന്നു, തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം സോപ്പ്, ജ്യൂസുകൾ ഒക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഇത് നിറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. ഇത് നിറച്ച് ജ്യൂസുകളുണ്ടായിരുന്നു. ഇത് മൊത്തം തൂത്തുവാരി ജ്യൂസുകൾ പോയി. നാരങ്ങ വെള്ളമുണ്ട്. അപ്പം ജ്യൂസുകൾ പോയി. സോഡ കുപ്പി 2-3-5 പൊട്ടിയുണ്ട്. കുപ്പി ഗ്ലാസുകളും കുറേ പൊട്ടി. നമുക്ക് ഈ ലോണിനാണെങ്കിലും പണയത്തിന് അടയ്ക്കാനേ അവിടുന്ന് കച്ചവടം കിട്ടിയില്ല. അപ്പം ഓരോന്നിനും നമുക്ക് തീർത്ത് മുമ്പോട്ട് പോകാം. അപ്പം അന്ന് പക്ഷെ ഞങ്ങൾക്കത് കൊണ്ടുപോകാനും കൊണ്ടും തോന്നില്ല. അന്ന് മഴയൊക്കെ ഉണ്ട്. ഈ സാധനം എല്ലാം കൊണ്ടുവന്നെല്ലാം പറക്കിയൊക്കെ വെച്ച് ടയർഡായി. പിന്നെ ഞങ്ങൾ അങ്ങ് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഇല്ല ഇങ്ങനെ അറിയുന്നേ കട കുത്തി തുറന്നല്ലത് അറിയുന്നത്. ഇത് നമ്മളിന്നും ഇങ്ങനെ പുറത്തൊന്നും ഇതിങ്ങനെ കൂട്ടിയിട്ടാണ് നമ്മളിന്നും പോകുന്നത്. പക്ഷെ വന്നവരാരോ ഇതേലിട്ട് നന്നായിട്ട് കമ്പിയാണോ അങ്ങോട്ട് എന്തോ വെച്ച് അടിച്ച് ഇതാക്കി ഇതിൻ്റെ താഴും പൂട്ടും താഴും ഒന്നും ഇതിനകത്തില്ലായിരുന്നു. കട നന്നേ തുറന്ന് സാധനങ്ങളെല്ലാം വെളി പറക്കിയിട്ടേക്കുമായിരുന്നു. ഇത് നിറച്ച് ബീഡ് സിഗരറ്റുകളിരുന്നു. ഇത് നിറച്ച് സിഗരറ്റ് ഉണ്ടായിരുന്നു. അത് മൊത്തം പോയി. പിന്നെ ഏതാണ്ട് ഈ ഒരു ഫേസ് ബോർഡിനകത്ത് ബീഡി ഐറ്റംസ് ആയിരുന്നു. അത് ഫുള്ള് പോയി. ഇവിടെ എല്ലാം ലേസ് ഉണ്ടായിരുന്നു, സോപ്പ് പൊടി ഉണ്ടായിരുന്നു, ഷാമ്പൂ, പേനകളാണെങ്കിൽ അത് പാക്കറ്റിലുള്ള പേനകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മറ്റ് വരുമാന മാർഗമോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. അപ്പം നമ്മൾ സ്വയം തൊഴിലായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പലിശയ്ക്ക് പൈസ എടുത്താണ് ഞങ്ങൾ രണ്ടുപേർക്കും തുടങ്ങിയത്. പലിശയും പണയപ്പെടുത്തി ഞങ്ങളൊരു 50 രൂപ 50,000 രൂപ പലിശയ്ക്ക് എടുത്തു. പിന്നല്ലാതെ മാലയൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളുടെ മാലയൊക്കെ പണയം വെച്ചിട്ടുണ്ട്. ഞങ്ങളത് തുടങ്ങിയത്. പക്ഷെ ആ കുലുക്കിയുടെ ആ ജാറുകളെല്ലാം അവർ വെളിയിൽ പറക്കി എറിഞ്ഞ് അതുപോലെ തന്നെ ഒത്തിരി മുട്ടായി സെറ്റുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചാമക്കായി കൊണ്ടുവന്നത് ആ മുട്ടായി എല്ലാം അവർ ഉടഞ്ഞ് ഒരു കവറിനകത്തോട്ട് പോയാൽ എല്ലാ ജാറുകളും ഇവിടെ എല്ലാം വാരി നിരത്തിയിട്ട് ഞങ്ങളുടെ പൈസയും പോയി. അതുപോലെ തന്നെ നാരങ്ങ എല്ലാ സാധനങ്ങളും. ഇനിയിപ്പോൾ നമുക്കിപ്പം കച്ചവടം ഇനി ഒന്നേന്ന് തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമേ മുടക്കിയതിനെക്കാട്ടിലും ഞങ്ങൾ ഇനി 50 പകരം ഇനി 60,000 രൂപ എടുത്തെന്ന് പറഞ്ഞാൽ ഈ കട നമുക്ക് മുൻപോട്ട് പോകും. ഞങ്ങളുടെ കണ്ണുനീരും വിയർപ്പും ഒക്കെ കൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പടുത്ത് ഉയർത്തുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് അവർ ഞങ്ങളെ കഴുത്തിറക്കുന്ന പോലെ കാണിച്ചു വെച്ചേക്കുന്നത്. എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഇനി മുമ്പോട്ടൊന്നും എങ്ങനെയൊന്നും ഞങ്ങൾക്കറിയത്തില്ല. കാരണം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചാമക്കായി പോകാനെ കൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ എടുത്തായിരുന്നു. കാരണം അവിടെ അധികം കച്ചവടം നടക്കാത്തതുകൊണ്ട് മുറുക്കാൻ്റെ കച്ചവടം മാത്രമേ ഞങ്ങൾക്ക് നടന്നുള്ളൂ. അപ്പോൾ ആ കൊണ്ടുവന്ന് വെച്ച പൈസയും അതുവരെ ഈ 1 തീയതി മുതൽ ഇതുവരെയുള്ള സമ്പാദ്യമായിരുന്നു ഞങ്ങൾ ഈ ടിന്നുകളിലെല്ലാം ഇട്ട് വെച്ചത്. ഇതിനകത്താണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും ശമ്പളം എന്ന രീതി ഉള്ളത്. കാരണം വലിയ കച്ചവടമില്ല എങ്കിലും ഉള്ളത് നുള്ളി മുറിച്ച് ഇങ്ങനെ ഇട്ട് ഇതിനകത്ത് ഞങ്ങൾക്കുള്ള സമ്പാദ്യം ഒന്നും പറഞ്ഞിട്ടാ മാസം ശമ്പളം ഒന്നും പറഞ്ഞിട്ടാ. പക്ഷേ ഈ പാട്ട അപ്പുറത്തെ അച്ഛനെ പറഞ്ഞതുകൊണ്ട് അവിടെ ഒത്തിരി മുട്ടായി കിടക്കുന്നു. അപ്പം അതിനകത്ത് ഞാൻ ചാടി വന്ന് നോക്കിയപ്പോൾ ഇതും എല്ലാം കിടക്കണം. അന്നപ്പോഴത്തേക്ക് എൻ്റെ നല്ല ജീവൻ പോയി. കാരണം ഇതിനകത്ത് ഞങ്ങളുണ്ടാക്കി ഞങ്ങളുടെ സമ്പാദ്യമായിരുന്നു. ഒരു ലക്ഷ്യമില്ല. ഒരു ലക്ഷ്യം എന്ന് പറയാൻ ഞങ്ങൾക്ക് മുമ്പിൽ ഇനി ഒന്നുമില്ല. കാരണം ഒന്നുകൊണ്ട് പണയം വെക്കാനോ അല്ല ആരോടെ നിന്ന് കടം വാങ്ങിക്കാനോ ഒന്നുമില്ല. കാരണം പണയം വെച്ചവിടെ നിന്ന് ആൾക്കാർ വിളിക്കുന്നു, കടം വാങ്ങിച്ചവർ ഞങ്ങളോട് വന്ന് എങ്ങനെയാ എപ്പോഴാ എന്തുവാ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ അവരെ മുമ്പിൽ കൈ മലർത്തിക്കൊണ്ട് നിൽക്കുക. ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇപ്പം എന്താ കണ്ണിൽ കൂടെ കണ്ണുനീരല്ല ചോര ചാടിക്കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുക. എന്ത് ചെയ്യണം? ഇപ്പം 2 ദിവസം കൊണ്ട് ഞങ്ങൾ എന്നും രാവിലെ വരും ഇവിടെ ഇങ്ങനെ ഇരിക്കുക, കണ്ണി നോക്കുക, കരയെ എഴുന്നേറ്റ് പോകുക. അല്ല ഒന്നും പറ്റുന്നില്ല. പലിശയ്ക്ക് പൈസ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ആ സാധനമൊക്കെ ഞങ്ങൾ മേടിച്ചത്. കൊണ്ടുപോയവരെന്തായാലും അധ്വാനത്തിൻ്റെ വില ഒന്നും അങ്ങനെ വരാറില്ല. അത് പറയാൻ പറ്റില്ല. കാരണം അതിനെ ഒരു ബാക്കി വയ്ക്കാതെ അവർ മൊത്തം തൂത്തുവാരിക്കൊണ്ട് പോകും. ഞങ്ങൾക്കും ജീവിക്കണമല്ലോ. ഇവരാരാന്ന് പറഞ്ഞാലും മൊബൈലിൽ കൂടെ ആണെങ്കിലും പത്രവാർത്തയിൽ കൂടെ ആണെങ്കിലും ഇത് അവർ അറിഞ്ഞിട്ടുണ്ട്.
ഇപ്പം എന്തായാലും ഞങ്ങൾ പിന്മാറുന്നില്ല. അവർക്ക് മനസാക്ഷി ഉള്ളവരാണെങ്കിൽ അവര് ആ കൊണ്ടുപോയതിന്റെ ഇല്ലേ, അവർക്കറിയാമല്ലോ അവർ കൊണ്ടുപോയ എത്ര രൂപയുടെ സാധനങ്ങളാണെന്ന് അവർക്കറിയാമല്ലോ. അപ്പം അവർ ഒന്നെങ്കിൽ എന്തായാലും ഇനി നാരങ്ങയൊക്കെ ഇനി ഇതിപ്പം അട്ട് കാണും. ഇനിയിപ്പം ഒന്നെങ്കിൽ അതിൻ്റെ ആ ഒരു മുടക്ക് മുതലെങ്കിലും അവർ തിരിച്ചു തരിക. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എവിടെയാ സ്ഥലം? ഇത് പന്തളം തുമ്പമൺ അമ്പലക്കടവ് പാലത്തിനടുത്ത്.